അങ്ങനെ മാർക്ക് കാർണി കാനഡയുടെ 24ാമത്തെ പ്രധാനമന്ത്രിയായിട്ട് ഔദ്യോഗികമായി ചുമതലയേറ്റിരിക്കുന്നു. അദ്ദേഹം ഒരു ഇടക്കാല പ്രധാനമന്ത്രിയായിട്ടാണ് ഇപ്പം ചുമതലയേറ്റിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. 2025 ഒക്ടോബറിൽ അടുത്തൊരു ഫെഡറൽ ഇലക്ഷൻ വരികയും ആ ഇലക്ഷനിൽ ആരാണോ വിജയിക്കുന്ന ആ പാർട്ടിയായിരിക്കും പ്രധാനമന്ത്രിയായിട്ട് കാനഡയിൽ തുടരുന്നത്. ഇൻ കേസ് ലിബറൽ പാർട്ടി വിജയിച്ചാൽ മാർക്ക് കാർണി തന്നെയായിരിക്കും പ്രധാനമന്ത്രിയായി വീണ്ടും ഒരു 5 വർഷം കാനഡ ഭരിക്കുക. അതല്ല കൺസർവേറ്റീവ് പാർട്ടിയാണ് വിജയിക്കുന്നതെങ്കിൽ പിയർ പുലീവായിരിക്കും പ്രധാനമന്ത്രിയാവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. മാർക്ക് കാർണി തൻ്റെ അധികാരം ഏൽക്കുന്നതിന് മുമ്പ് തന്നെ ഇമിഗ്രേഷനെക്കുറിച്ചുള്ള ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയാണ് അധികാരത്തിലേറ്റിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റേത് ഓൾറെഡി ആ പ്ലാനുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് മാർക്ക് കാർണി ആരായിരുന്നു എന്നൊന്ന് മനസ്സിലാക്കണം. അദ്ദേഹം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എക്കണോമിക്സിൽ ഡോക്ടറേറ്റ് നേടിയ ഒരാളാണ്. മാത്രമല്ല അദ്ദേഹം 2008 തൊട്ട് 2013 വരെ ബാങ്ക് ഓഫ് കാനഡയുടെ ഗവർണറായിട്ട് ജോലി ചെയ്ത ഒരാളാണ്. നമുക്കെല്ലാം അറിയാം, നമ്മുടെ നാട്ടിലെ മൻമോഹൻ സിംഗ് അദ്ദേഹം ഒരു എക്കണോമിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം റിസർവ് ബാങ്കിൻ്റെ ഗവർണറായിരുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ ഗ്രേറ്റ് റിസഷൻ സമയത്ത് മാർക്ക് കാർണി ആയിരുന്നു ബാങ്ക് ഓഫ് കാനഡയുടെ ഗവർണറായിട്ട് ജോലി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രേറ്റ് റിസഷൻ മൻമോഹൻ സിംഗ് എങ്ങനെയാണോ ഇന്ത്യയെ രക്ഷപ്പെടുത്തിയത്, അതേപോലെ തന്നെ മാർക്ക് കാർണി ഫിനാൻഷ്യലായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളൊന്നും വരാതെ തന്നെ കാനഡയെ രക്ഷിച്ചത്. കാനഡയിൽ ഇപ്പോൾ ഒരു എക്കണോമിക് അൺസർട്ടനിറ്റിയും അതുകൂടാതെ തന്നെ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ട്രേഡ് വാറും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെയാണ് മാർക്ക് കാർണി അദ്ദേഹം പ്രധാനമന്ത്രിയായി അധികാരത്തിലേറ്റിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് തന്നെ ഇമിഗ്രേഷൻ സിസ്റ്റം ഒരു പൊളിച്ചടക്കിയിട്ട് ഒരു റീകൺസ്ട്രക്ഷൻ ചെയ്ത് വേറൊരു പുതിയ രൂപത്തിലേക്ക് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതിൽ നിന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രാജ്യത്തിന് വളർച്ചയ്ക്ക് ആവശ്യമുള്ള ആൾക്കാരെ മാത്രം ഈ രാജ്യത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അറ്റ് പ്രസൻറ്റ് ഇപ്പം കാനഡ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ഒരു ഓവർ പോപ്പുലേഷൻ ഉണ്ടാവുകയും അതുമൂലം കാനഡയുടെ ഇൻഫ്രാസ്ട്രക്ചറും ഹൗസിങ്ങും അതുമാത്രമല്ല ഹെൽത്ത് കെയർ സിസ്റ്റവും എല്ലാം താറുമാറായി കിടക്കുകയാണ്. ഇതിൽ നിന്നൊക്കെ കരകയറുക എന്നുള്ളതാണ് മാർക്ക് കാർണിയുടെ ആദ്യത്തെ എയിം എന്ന് പറയുന്നത്. ഇതിനുള്ള സൊല്യൂഷൻസ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ആദ്യത്തെ എന്ന് പറയുന്നത് ക്യാപ്പിംഗ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് എന്നുള്ളതാണ്. നമുക്കെല്ലാം അറിയാം, ജസ്റ്റിൻ ട്രൂഡോയുടെ സമയത്ത് തന്നെ ഒരു ക്യാപ്പ് കൊണ്ടുവരികയൊക്കെ ചെയ്തായിരുന്നു. ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇനി ഒരു സ്റ്റുഡൻറ്റ് വിസയിലുള്ള ആൾക്കാരെ ഇവിടെ കാനഡയിലേക്ക് കൊണ്ടുവന്നാൽ മതി എന്നുള്ള തീരുമാനം ഓൾറെഡി അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അത് മാർക്ക് കാർണി അത് ശരിവെക്കുകയും അത് തന്നെ വീണ്ടും തുടരുകയും ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് കോളേജിൻ്റെ കപ്പാസിറ്റിയിൽ കൂടുതലുള്ള ആൾക്കാരെ ഒന്നും ഇനിയും ഒരു രീതിയിലും കാനഡയിൽ എടുക്കത്തില്ല. മാത്രമല്ല ആ നിൽക്കുന്ന സ്ഥലത്ത് ലേബർ മാർക്കറ്റ് ഡിമാൻഡ് അനുസരിച്ച് മാത്രം അങ്ങനെയുള്ള ആൾക്കാരെ ഇവിടെ പഠിക്കാനായിട്ട് വന്നാൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണല്ലോ കാനഡയിലൊരു ടെമ്പററി ഫോറിൻ വർക്കർ പ്രോഗ്രാം ഉണ്ട് എന്നുള്ളത്. അതിനൊരു റിഫോർമേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ അജണ്ട എന്ന് പറയുന്നത്. ടെമ്പററി ഫോറിൻ വർക്കർ പ്രോഗ്രാമിൽ വരുന്ന പലരും പല മേഖലയിലേക്കാണ് അവർ ഇപ്പം ജോലിക്ക് കയറുന്നതെങ്കിലും അതിന് ബദലായിട്ട് ഇനി ഏത് മേഖലയിലാണോ കൂടുതലായിട്ട് ആൾക്കാരെ ആവശ്യമുള്ളത് ആ മേഖലയിലേക്ക് മാത്രമായിരിക്കും ഇനി വിദേശത്തു നിന്ന് അല്ലെങ്കിൽ ഔട്ട്സൈഡ് കാനഡ എന്നുള്ള ആൾക്കാരെ ഇവിടെ കാനഡയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഡേറ്റ ഡ്രിവൺ ഇമിഗ്രേഷൻ ടാർഗറ്റ് എന്ന് പറയുന്നതാണ്. അതായത് റിയൽ ടൈം ഡേറ്റ ബേസ് ചെയ്തിട്ടായിരിക്കും ഇനിയും ആൾക്കാരെ ഇവിടെ കാനഡയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 2020 കോവിഡ് സമയത്ത് ഒരു ഡേറ്റ എടുക്കാതെ പല മേഖലയിലേക്കും അല്ലെങ്കിൽ പല ഫീൽഡിലേക്കൊക്കെ പഠിക്കാനും ജോലിക്കൊക്കെ ആയിട്ട് എല്ലാവരും ക്ഷണിക്കുകയുണ്ടായി. അതിന് പകരമായിട്ട് ഇനിയും ചെയ്യാൻ പോകുന്നത് ഒരു റിയൽ ടൈം ഡേറ്റ എടുത്തതിന് ശേഷം ഏത് മേഖലയിലാണോ ആൾക്കാരെ ആവശ്യമുള്ളത് ആ ആവശ്യമുള്ള മേഖലയിൽ ആവശ്യമുള്ള ആൾക്കാരെ മാത്രമായിരിക്കും ഇനി ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൂടാതെ തന്നെ കാനഡയിലുള്ള ഹൗസിംഗ് സപ്ലൈക്ക് അനുസരിച്ച് മാത്രമേ ആൾക്കാരെ വിളിക്കത്തുള്ളൂ. അതായത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഹൗസിംഗ് ഇപ്പോൾ ഭയങ്കര ഷോർട്ടേജാണ്, വാടകയല്ല വളരെ കൂടുതലാണ്, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് പഠിക്കാൻ വരുന്നവർക്കൊന്നും വീട് കിട്ടാൻ പോലും ഇല്ല എന്നുള്ളത്. ഇനി ഇതിന് പകരമായിട്ട് ഇവിടെ ഹൗസുകൾ എത്രയുണ്ടോ അതിന് ആനുപാതികമായിട്ട് മാത്രമേ കുട്ടികളെ ഇവിടെ പഠിക്കാനായിട്ട് വരുത്തുകയുള്ളൂ എന്നുള്ളതാണ്. അടുത്തതെന്ന് പറയുന്നത് ഹെൽത്ത് കെയർ സിസ്റ്റത്തിൻ്റെയാണ്. ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് പറയുന്നതാണ് കാനഡയിലെ ഹെൽത്ത് കെയർ സിസ്റ്റം എല്ലാം താറുമാറായി കിടക്കുക എന്നുള്ളത്. സത്യമാണ്, ഇത്രയധികം ആൾക്കാർ വന്നത് കാരണമാണ് ഇവിടെ എല്ലാം താറുമാറായി കിടക്കുന്നത്. അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഹെൽത്ത് കെയർ സിസ്റ്റമൊക്കെ ഡെവലപ്പ് ആയതിനു ശേഷം മാത്രമേ ആ സ്ഥലത്തേക്ക് ആൾക്കാരെ കൂടുതലായിട്ട് കൊണ്ടുവരൂ എന്നുള്ളത്. അതിന് ഉദാഹരണമാണ് ഓൾറെഡി കാനഡയിൽ രേഖകളില്ലാത്ത കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഡയറക്റ്റ് PR കൊടുക്കാൻ എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. കാരണം ഇവിടെ ഇപ്പം വീടുകൾ ഒരു 2030 ആകുമ്പോഴത്തേക്ക് തന്നെ 60 ലക്ഷം വീടുകളൊക്കെ പണിയേണ്ടതായിട്ടുണ്ട്. ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറ്റ് പ്രസൻറ്റ് ഇപ്പം PR ഇല്ലാത്തവർക്കെല്ലാം കൂട്ടത്തോടെ
അവിടെ PR കൊടുക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ്. ഇനിയും വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സുകളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതൊക്കെ വരുന്ന മുറയ്ക്ക് നിങ്ങളെ ഞാൻ അറിയിക്കുന്നതായിരിക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.